ഒരു ഹിന്ദുവിനും സത്യമായിട്ട് സ്വതന്ത്രമായിട്ടൊട്ടും പോകാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ഇവരാക്കി വെച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെ അവരെങ്ങനെയെല്ലാം ഭിന്നിപ്പിക്കാമോ അങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തുകയാണ്. കാരണം എങ്കിലേ ഇവർക്ക് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വച്ചു ഇവർക്ക് വോട്ട് കൊണ്ട് ഇവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സാറ് വരണമെന്നാണ് എൻ്റെ പൂർണ്ണമായ ആഗ്രഹം. ഇവിടെ ഉള്ളവർക്ക്, സ്റ്റേറ്റിലുള്ളവർക്ക് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ ഇവിടെ ഇല്ലായിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതൊക്കെ ഇപ്പോൾ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് 76 വയസ്സായി. ഇത്രയും കാലം ഞാൻ ഇവിടുത്തെ മാറിയുള്ള ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. LDF UDF ഉള്ള ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സഹിച്ച് വെച്ച് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിപ്രായത്തിലും രാജീവ് ചന്ദ്രശേഖർ തന്നെ വരണം, BJP തന്നെ ഇവിടെ വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വടക്കൻ ജില്ലയിലോട്ടൊക്കെ സഞ്ചരിച്ചിരുന്ന ആളാണ്. അവിടെ പകലും രാത്രിയുമായിട്ടുള്ള വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ ഓരോ വികസനവും കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. പക്ഷേ നമ്മളെ കേരളവും തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ സാറ് വരണമെന്നാണ് എൻ്റെ പൂർണ്ണമായ ആഗ്രഹം. നമ്മുടെ നാടിന് ഒരു വികസനം അദ്ദേഹത്തിലൂടെ തന്നെ. തീർച്ചയായിട്ടും. പിന്നെ ഒരിക്കൽ രാജഗോപാൽ സാർ അദ്ദേഹം ഒന്നിൽ റെയിൽവേയിൽ ഇപ്പോൾ ഒരു വികസനം ഉണ്ടാക്കി. അതേപോലെ ഇപ്പം ഇദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലൊരു സർക്കാർ ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ഉണ്ട്. കേന്ദ്രത്തിന്റെ, കാരണം ഞാനൊരു കേന്ദ്ര പെൻഷനറാണ്. അപ്പൊ അതിന്റെ ഫലങ്ങളൊക്കെ എനിക്കറിയാം. ഇവിടെ ഉള്ളവർക്ക്, സ്റ്റേറ്റിലുള്ളവർക്ക് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ ഇവിടെ ഇല്ലായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെയും മോദിയുടെ ഭരണം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത് ശബരിമല വിശേഷമാണ്. ശബരിമലയിൽ ഞാൻ ഒരു 40 മല പോയാലാണ് ഞാൻ. പക്ഷേ ഈ ഭരണം വന്നതിന് ശേഷം ഹിന്ദുക്കളെ ആർക്കും വേണ്ട. പക്ഷെ ഹിന്ദുക്കളെ പൈസ വേണം. ഹിന്ദുക്കളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം ദ്രോഹിക്കാണ് ഈ സർക്കാർ ചെയ്യുന്നത്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇതിനേക്കാളും മോശം അല്ലെങ്കിലും ഈ ഭരണം വന്നതിന് ശേഷം ശബരിമലയിൽ പോകാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെ ഈ പിള്ളരായ്മകൾ എങ്ങനെയെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളെ തുലയ്ക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇപ്പോൾ ഈ LDF സർക്കാരിനുള്ളത്. അതേപോലെ ശബരിമലയിൽ പവിത്രമായ ആചാരങ്ങളാണ് അവിടെ ഉള്ളത്. അതിനെയൊക്കെ തച്ചുടയ്ക്കുക, എന്നിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊണ്ട് തമ്മിൽ തല്ലിക്കുക. അങ്ങനെയുള്ള ഒരു പ്രവണതയാണ് ഇപ്പം ഈ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഒക്കെ അതിയായ ദുഃഖവും വേദനയുണ്ട്. ഇതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ നമുക്ക് BJP സർക്കാർ തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹിന്ദുക്കളുടെ ഒരു ആഗ്രഹം. ഹിന്ദുക്കളെ അവരെങ്ങനെയെല്ലാം ഭിന്നിപ്പിക്കാമോ അങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തുകയാണ്. കാരണം എങ്കിലേ ഇവർക്ക് ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വച്ചു ഇവർക്ക് വോട്ട് കൊണ്ട് ഇവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഒരു ഹിന്ദുവിനും സത്യമായിട്ട് സ്വതന്ത്രമായിട്ടൊട്ടും പോകാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ഇവരാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായം ഇവിടെ മോദി ഭരണം തന്നെ വരണം. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വിജയിക്കണം. വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് മോദിയുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണം. കേരളത്തിൽ കുറഞ്ഞത് ഒരു 10 സീറ്റെങ്കിലും BJPക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നടത്തിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.